അർജന്റീനയ്ക്ക് കൊടും പൂട്ട് ഇട്ട് ഫിഫ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം ഇന്നലെ ഫിഫ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണെന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അർജന്റീനയ്ക്കെതിരെ. ഇതാ ഇപ്പോൾ TYC സ്പോർട്സ് അർജന്റീന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 7 കേസുകളാണ് അർജന്റീന ഫേസ് ചെയ്യേണ്ടി വരിക. 7 കേസുകളിൽ ഫിഫ അർജന്റീനയ്ക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ തന്നെ 3 കളിക്കാർക്ക് സസ്പെൻഷൻ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് കോച്ചിനും സസ്പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ആ 3 പ്ലേയേഴ്സ് ആരാന്നല്ലേ? ഒന്ന് ലിയാൻഡ്രോ പെരേഡസ്, പിന്നൊന്ന് മൊളീനോ, പിന്നൊന്ന് ടിയാഗോ അൽമേഡ. ഈ 3 പ്ലേയേഴ്സിനും സസ്പെൻഷൻ സാധ്യതയുണ്ട്. അസിസ്റ്റന്റ് കോച്ചായ റോബർട്ടോ അയോള, നമുക്കറിയാം, അദ്ദേഹവും അവസാനം പോയി പെഡ്രീനെ മുഖത്തൊക്കെ ഇടിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും സസ്പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണെന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവർക്കുള്ള സസ്പെൻഷന്റെ കാലാവധി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളീനയ്ക്ക് 3 മത്സര സസ്പെൻഷനാണ് ഇപ്പോ പ്രവചിച്ചിരിക്കുന്നത്. സാധ്യത കാണുന്നത് ലിയാൻഡ്രോ പെരഡസിനും അതുപോലെ തന്നെ 3 മാച്ച് സസ്പെൻഷനാണ് സാധ്യത. അസിസ്റ്റന്റ് കോച്ച് റോബർട്ടോ അയോളയ്ക്കും 3 മാച്ച് തന്നെയാണ് സസ്പെൻഷൻ. ടിയാഗോ അൽമേഡയ്ക്ക് മാത്രം 1 മാച്ച് സസ്പെൻഷനിൽ ഒതുങ്ങുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ അർജന്റീനയ്ക്ക് വേറൊരു കേസ് വരുന്നത് മറ്റൊന്നുമല്ല, ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും എന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിനെതിരെയും അതുപോലെ ഇംഗ്ലണ്ടിനെതിരെയും ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അർജന്റീന താരങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ഫിഫയുടെ ടൈം നഷ്ടപ്പെടുത്തി എന്ന് ആരോപിച്ച് ഒരു ഭീമമായ തുക ഫൈൻ ലഭിക്കാനും സാധ്യതയുണ്ട്. കാരണം ഒരു മാച്ചല്ല 2 മാച്ചിൽ അവർ അതേ തന്നെ ആവർത്തിച്ചു. സോ അതൊരു ഭീമമായ തുക അവർക്ക് ഫൈനായി ലഭിക്കാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ പറയാ, മൊത്തത്തിൽ അർജന്റീന പെട്ടിരിക്കുകയാണ്. ഫിഫ ഒരു വലിയൊരു പൂട്ടിയിരിക്കുകയാണ് അർജന്റീനയെ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മാച്ച് സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് തൊട്ട് എല്ലാം മിസ്സാവും. അതും പ്രധാനപ്പെട്ട അർജന്റീന താരങ്ങൾക്കാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഫിഫ തന്നെ ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇതിപ്പോ നമുക്ക് അർജന്റീന മാധ്യമമായി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അർജന്റീന കുറച്ച് വേർക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഫിഫ അമ്മാതിരി ഒരു പൂട്ടാണ് അർജന്റീനയെ ഇപ്പൊ പൂട്ടിയിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം.